ഞങ്ങൾ ഒരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ചൂടുണ്ട്. പപ്പി സേഫ് ആയിരിക്കുന്നു. കിട്ടി നീ എപ്പോഴും തെരഞ്ഞോണ്ടിരിക്കും. നീ അവിടെ സാധനം കിട്ടി. തുടക്കത്തിലെ പരാജയം. ഇട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടൂലി. അപ്പൊ നമ്മള് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ ഇട്ടൂലി എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമാണ്. അതെ. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ കാണുന്നില്ല അല്ലേ? അധികം ആരും അങ്ങനെ കളിച്ച് കാണുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ ഗെയിമില് വേറെ പിന്നെ കൊക്ക് ചാടി പോകുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. അതെ. അപ്പൊ ഈ ഒരു ഗെയിമില് ഞങ്ങള് പുതിയ വെറൈറ്റികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാത്രം വെറുതെ മാത്രമല്ല, അതിന്റെ ഇടയിൽ കുറെ ഗെയിംസും അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിമിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാനാണ് പിന്നെ പിന്നൊളിപ്പിക്കുന്ന ആള്. ഇവര് തിരിഞ്ഞു നിൽക്കണം. തിരിഞ്ഞു നിന്നിട്ട് അത് നമ്മളെ സാധാരണ തിരിഞ്ഞു നിന്നിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ചൂട് തണുപ്പ് നമ്മളെ മറ്റു സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. ആരാണോ കണ്ടുപിടിക്കുന്നത് അവര് വിന്നറാണ്. അല്ല, ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നിന്റെ അടുത്താണ്. അപ്പൊ നമ്മൾ ആരാണോ ഫസ്റ്റ് അത് കണ്ടുപിടിക്കുന്നത് അവര് വിന്നറാണ്. കണ്ടുപിടിക്കാത്ത 2 പേരുണ്ടല്ലോ, ഒരു പണിഷ്മെന്റ് ചലഞ്ച് കൊടുക്കുന്നതായിരിക്കും. അതില് വിൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ലാസ്റ്റ് തോക്കുന്നവരുണ്ടല്ലോ അവർക്ക് നമ്മളൊരു പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. അതെന്ത് പണിഷ്മെന്റ് ആണ്? അതപ്പ പറയാല്ലേ. ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് അടിച്ച് വേണം പിന്നെ നോക്കാൻ. അപ്പം ഞങ്ങള് ഇവിടെയാണ് തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങൾ 3 പേര് തിരിഞ്ഞു നിൽക്കാണ്. അമ്മ ഇട്ടോട്ടെ. ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. ഒരാൾക്ക് ചൂടുണ്ട്. ദേവോന് ചൂടുണ്ട്. ഇപ്പൊ 3 പേർക്കും പെരുംചൂടാണ്. കിട്ടിയിരിക്കുന്നു. പപ്പി സേഫ് ആയിരിക്കുന്നു. ഇനി കിട്ടി നീ എപ്പോഴും തെരഞ്ഞോണ്ടിരിക്കും. നീ അവിടെ സാധനം കിട്ടി. അപ്പം ഞങ്ങൾ 2 പേരും ചലഞ്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ 2 പേരും ഇങ്ങനെ സ്റ്റാച്ചു പോലെ ചിരിക്കാതെ നിക്കണം. നിങ്ങൾ 2 പേരും നിങ്ങൾ 2 പേരും ഞങ്ങളെ മാക്സിമം ചിരിപ്പിക്കണം. 20 സെക്കൻഡാണ് ഞങ്ങളെ ചിരിപ്പിക്കാനുള്ള സമയം. ഞങ്ങൾ ഇങ്ങനെ പോലും ചിരിക്കാൻ പറ്റൂല. ചാലഞ്ചിൽ ജയിക്കുന്ന ആള് സേഫ് സോണിലേക്ക് മാറും. അതില് തോക്കുന്ന ആൾക്ക് പിന്നെ വേറൊരു പണി കിട്ടും. 20 സെക്കൻഡ് ടൈമറോടെ വെച്ചിട്ടുണ്ട്. നീ ഔട്ട്. ഇല്ലല്ല, ദിയ ചിരിച്ചു. അപ്പം സേഫായി. ദേവു സേഫായി ഇരിക്കുന്നു. അപ്പം നമ്മുടെ അടുത്ത ദിയമ്മയുടെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദിയമ്മ ഞങ്ങൾ 10 സെക്കൻഡ്, ഞങ്ങൾ 3 പേരും 10 സെക്കൻഡ് ദിയമ്മ കിക്ലി ആക്കണം. നിർത്താതെ കിക്ലി. അതാണ് ദിയമ്മക്കുള്ള പണിഷ്മെന്റ്. അതെ, ദിയമ്മ ശരിക്കൊക്കെ ചെയ്യാട്ടോ. അപ്പം പണിഷ്മെന്റ് റെഡി. 1 2 3 സ്റ്റാർട്ട്.
10 സെക്കൻഡ് ആയി. 10 സെക്കൻഡ് ഓക്കെ. ദിയമോക്ക് ഇങ്ങനെ വന്നാൽ തന്നെ ഇനി അടുത്ത ഇതിലോട്ട് കിടക്കാണ്, റൗണ്ടിലോട്ട് കിടക്കാണ്. ഇനി നമ്മള് എന്താ പറയാ കിട്ടൂലി തന്നെയാണ് കളിക്കുന്നത്. സീസൺ 2 ഇവര് തിരിഞ്ഞു നോട്ടെ. ആ കിട്ടി. ദേവാണ് ഇപ്രാവശ്യം വിൻ ചെയ്തിരിക്കുന്നത്. ദേവ് സേഫാണ്. അവർക്ക് രണ്ടുപേർക്കും നമുക്ക് ഇനി ഒരു ചലഞ്ച് കൊടുത്താലോ? അപ്പം നെക്സ്റ്റ് ഇവർക്കുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു കുപ്പിയില് 10 പെന്ന് വെക്കും. അപ്പൊ ആ 10 പെന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് അപ്പുറത്തെ കുപ്പിക്ക് ഇങ്ങനെ ഇടണം. അപ്പൊ ഇതാണ് ഇവർക്കുള്ള 10 സെക്കൻഡില് 10 സെക്കൻഡ് ഏറ്റവും കൂടുതൽ പെൻ ആരാണോ എടുക്കുന്നത് അവര് വിജയിക്കും. 10 സെക്കൻഡില് 10 സെക്കൻഡ്. ഗെയിം സ്റ്റാർട്ട്. അത് പോയി പോട്ടെ. ടൈം അപ്പ്. അങ്ങനെ ദിയമോളുടെ റൗണ്ട് കഴിഞ്ഞു. ദിയമോക്ക് ഒരു പെന്നെ ഗ്ലാസ്സിൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പപ്പി ആന്റീന്റെ റൗണ്ട് ആണ്. അപ്പം പപ്പി ആന്റി ഇങ്ങനെയൊക്കെ കാട്ടുണ്ട്. വിജയ് ഇതില് പപ്പി ആന്റിയാണ്. പപ്പി ആന്റിയാണ് ഗൈസ് വിജയ്. ഫുള്ളും എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഈ ഗെയിം കണ്ടപ്പോ എനിക്ക് കൂടെ ഒന്ന് കളിക്കണം. വീണ്ടും ദിയമോൾക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ദിയമോൾ തോറ്റിരിക്കുന്നു. അമ്മയ്ക്ക് കളിക്കണം. അത് കളിച്ചോ. മതി. അപ്പം ദിയമോക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മനഃപൂർവ്വം. അതെ. പണിഷ്മെന്റ് തരൂ. എന്താണ് ദിയമോക്കുള്ള പണിഷ്മെന്റ്? ഏത്തിടുകയാണ്. 20 തവണ ഏത്തിടുകയാണ്. 1 2 അങ്ങനല്ല, കുനിയട്ടെ. ദേവ് കാണിച്ചു കൊടുക്കുന്നതാണ്. ദേവ് കാണിച്ചു കൊടുക്കണം. നമുക്ക് 1 തുടങ്ങാം. ദേവ് കാണിച്ചു കൊടുത്തോളൂ. ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ. തന്നെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണിത്. അപ്പം ഇട്ടൂരി കളിക്കാം. ഫ്രണ്ട്സ്, ഈ ഗെയിമില് അമ്മയുണ്ട്. പപ്പേനെ കൊണ്ട് പിന്നിടിപ്പിക്കാന്നാണ് പറയണത്. അപ്പം അമ്മയും ഞാനും പപ്പിയാന്റെ ദിയമോളാണ് ഇതിൽ കളിക്കണത്. റൗണ്ടിലേക്ക് കിടക്കാണ്. ഒരു ടാസ്ക് കൂടുതലാണ്. കാരണം എന്താ വെച്ചാല് നേരത്തെ പകൽ വെളിച്ചത്തിലായിരുന്നു ഞങ്ങൾ കളിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ലൈറ്റിന്റെ വെളിച്ചമേ ഉള്ളൂ. അപ്പൊ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 4 പേരാണുള്ളത്. അപ്പം ഫസ്റ്റത്തെ 2 ചലഞ്ചില് ജയിക്കുന്നവർ സേഫ്. പിന്നെ ലാസ്റ്റ് ഒരാൾക്കായിട്ട് പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുമല്ലോ, അത് 2 പേർക്കായിട്ട് നമ്മൾ കൊടുക്കും. എല്ലാവരും തിരിഞ്ഞ് കണ്ണടച്ചോളൂ.
ഇപ്പൊ നല്ല ചൂടായിരിക്കും കാരണം അതിനുള്ളിൽ നിക്കില്ല ഏസി ഒന്നും ഇല്ലാത്തോണ്ട് അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ല. മോക്ക് ചെറുതായിട്ട് ചൂട് വന്നു പക്ഷെ പോയി വന്നായിരുന്നു പോയി. ഇപ്പൊ ഒരു 2 മിനിറ്റ് മുമ്പ് വരെ അതിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. വളരെ വെറൈറ്റി ചൂടാണല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതെ അതെ ഓർത്ത് നിൽക്കണം. പപ്പി സേഫ് സോണിലേക്ക് മാറിയിരിക്കുന്നു. ആ പപ്പിക്ക് 2 പോയിന്റ് അല്ലേ? 2 പോയിന്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചലഞ്ച് എന്താണ്? ചലഞ്ച് എനിക്ക് മനസ്സിലായി. നമ്മളെ ഈ ക്ലാസ്സിലേക്ക് സ്പൂണില് നമ്മൾ കുറച്ച് ബോൾസ് എടുത്തിട്ട് ഓരോ ബോൾ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് 3 പേരുമാണ് കളിക്കണത്. അപ്പൊ ഞങ്ങൾ 3 പേരും ഒരുമിച്ചല്ല കളിക്കണത്, ഓരോരോ റൗണ്ട് ഇതായിട്ടാണ്. ഞാൻ ഫസ്റ്റ്, പിന്നെ ദിയമോൾ, പിന്നെ അങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ്. 20 സെക്കൻഡ് ആണ് ടൈം. അപ്പം ഇതില് ജയിക്കുന്ന ആളും സേഫ് സോണിലേക്ക് പോകും. ബാക്കി 2 പേര് തോക്കും, അവർക്കാണ് പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. പണിഷ്മെന്റ് ഉണ്ടാവാം. ഒരൊറ്റ ബോള്. 20 സെക്കൻഡുള്ള ആകെ ഒരു ബോളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഒരു സീസോ പോലെ ഇങ്ങനെ പോവാണ്. ബോൾ എടുക്കാൻ ഇത് പറ്റൂല. അപ്പൊ ഞാൻ ബോൾ പിടിക്കാനായിട്ട് ഇവിടെ ഗോളിയായിട്ട് നിക്കുന്നുണ്ട് ഇവിടെ. അപ്പം അവര് ഇനി അടുത്തത് ദിയമോളാണ്. തുടക്കത്തിലെ പരാജയം. നമ്മള് പണ്ട് കോഴീനൊക്കെ പിടിക്കാൻ പോകില്ല. ബോള് പോകുമ്പോ ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ്. ഉണ്ണിമോളിതാ നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരൂ. ബോള് ആ പോയിരിക്കുന്നു. അടുത്തത് അവള് വന്ന് ഞാനും വന്നാ. അപ്പൊ 2 പേർക്കും ഒരു പ്രാവശ്യം കൂടെ ടൈം കൊടുക്കാം അല്ലേ? ഇനി അവർ 2 പേരും ടൈ ആയ സ്ഥിതിക്ക് ഓക്കെ, അപ്പൊ ഒന്നും കൂടെ കളിക്കാം. ഞങ്ങൾ 2 പേരും കേട്ടോ, ഞങ്ങൾ 2 പേരും. ഇട്ടില്ല അവള് വെച്ച് എക്സ്പ്രഷൻ ഇതായിരുന്നേ. കിട്ടിയ ക്യാമറയിലൊന്നും ഇല്ല. ടൈം കഴിഞ്ഞിട്ടാണ് ദേവ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ദേവ് തോറ്റിരിക്കുന്നു. അതെ. അപ്പൊ പണിഷ്മെന്റ് ദേവുവിനും ദിയമോൾക്കുമാണ്. ആ, ഇനി പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് ഐസും കട്ട എടുത്തിട്ട് ഒരെണ്ണം വായിലും ബാക്കി 2 എണ്ണം 2 കയ്യിലായിട്ട് ഇറുക്കി പിടിച്ച് നിക്കണം. 10 സെക്കൻഡ് നിക്കണം. ഐസ് തന്നെയല്ല വെച്ചത്, വേറെന്തെങ്കിലും ആണോ? ദേവന്റെ ഭാഗം അറിയോ? അപ്പൊ ഇതില് 2 പേരും വിജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെന്താ ചെയ്യാ? 2 പേരെ കുഴപ്പമില്ല, പണിഷ്മെന്റ് അല്ലേ?
ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇട്ടൂലി ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പോയിന്റ് വെച്ച് നോക്കാം, 3 റൗണ്ട് കൂടെ കഴിഞ്ഞു. പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പപ്പിയാൻഡിക്ക് 2 പോയിന്റ് ആണ്, എനിക്ക് 3 പോയിന്റ്. അപ്പൊ എനിക്ക് 2 പോയിന്റ് 2 പോയിന്റ് 3 2 1 ദിയമോൾക്കാണ് പണിഷ്മെന്റ്. 3 പണിഷ്മെന്റ് വെച്ച് വന്നിരിക്കുന്നത് ദിയമോളാണ്. അതെ, വിജയകരമായി തോറ്റിരിക്കുന്നത് ദിയമോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൗണ്ട് ആയിരുന്നു ഇത്. ഐസിന്റെ ദിയമോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ. അതെ, ദിയമോ ആദ്യം പറഞ്ഞു ഞാൻ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തേക്കിനും എല്ലാവർക്കും ബൈ ബൈ. Next challenge.